എടാ എന്താ ടീം ഇടുമ്പേ ആ മനാഫിനെ കൂടെ ടീമിലെടുക്കണേ. എടാ അതിന് വിളിച്ചെടുക്കല്ലോ, അവന്മാര് പേരിട്ട് വരില്ലേ. ആണല്ലേ, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റും, അല്ലാണ്ട് എന്നെ കാരെടുക്കാൻ. അത് ശരിയാ. നീ നോക്കോ, ഞാൻ 50 എടുക്കണ്ടാവട്ടോ. 50. ഓ എടാ നീ ആദ്യം ഓരോ ഓവർ തികച്ചിക്ക്. ഞാൻ മാത്രം വിചാരിച്ചോ, ആ ബോളർ ചെയ്യണ ഗുണപ്പന്മാരും കൂടി വിചാരിക്കണ്ടേ. നീ എത്ര കളി എൻ്റെ കൂടെ നടക്കാൻ തോന്നിട്ട് ഇതൊരു കളി പിടിച്ചില്ലേ. ഇന്ന് നോക്കോ, നീ ഞാൻ കാണിച്ചു തരാം. ചേട്ടാ ഈ ബോൾ എങ്ങനെയാ കുട്ടൻസ് ഉണ്ട്. അവിടെ ബോൾ ചെയ്യണൊരു നാക്കുണ്ട്, നാക്കോ ചെറിയണ. അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. ദേ ജോമോനെത്തിയില്ല. ആയ് വിരാട് കോഹ്ലി. ഹേ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ക്രിക്കറ്റിൽ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. എടാ അവൻ ആകെ ഒരു പ്ലെയറിന്റെ പേരാ അത്. സൺഡേ എടാ ഇന്ന് മൺഡേ ആണ്. മൺഡേ ഓ പണിക്ക് പോകാത്തത് സൺഡേ മൺഡേ ഒരു ഐഡിയ കിട്ടും. എടാ ഇപ്പൊ പഴയ പോലെ ഒന്നല്ലോ, എല്ലാവർക്കും ഒരു തിരക്കല്ലേ. അതെങ്ങനെ എല്ലാം ഈ ഫോണിലും ചോണ്ടിരിപ്പല്ലേ. അയ്യോ നീ ഒരു പുണ്യാളൻ. എടാ കൂട്ടത്തിൽ ആദ്യം ഫോൺ മേടിച്ച് നീയല്ലേ. എടാ അത് ശരിയാണ്, നീ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടെ. മെസ്സേജ് വേണ്ട, വോയിസ് ഇടാം. പ്രിയപ്പെട്ട കുരുടിമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ക്രിക്കറ്റ് കളി ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ഒരു ക്രിസ്മസ് കരോളിനു കൂടി നമ്മൾ പോകുന്നതാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ സുന്ദരിമാരുടെ വീടുകളിലും നമ്മൾ കയറുന്നതാണ്. ഈടെ ഈ വർഷം സാന്താക്ലോസ് ഞാനാവില്ല കേട്ടാ. ഞാൻ കാര്യം പറയാം, കൂട്ടത്തിൽ കുടവരുന്ന് നിൽക്കല്ലോ. അതെ, ഈടെ ഈ മാവേലിക്ക് സാന്താക്ലോസിന് എന്തിനാണ് ഇത്രയും വയറ്? എടാ അത് കുറയ്ക്കാർക്ക് ഓപ്ഷനില്ലല്ലോ. അവർക്ക് ജിമ്മിൽ പോയിക്കോളെ. പാവങ്ങളിൽ കാശുണ്ടാവില്ല, അതുകൊണ്ടാവും. ലോൺ എടുക്കണം, സിബില് കുറവായിരിക്കും, അതല്ലേ. ഒന്ന് നിർത്തിയടത്. ബാറ്റ് എവിടെ? ബാറ്റല്ലേ നിന്റെ ഇരിക്കണ. ബോളോ? ബോള് നമ്മുടെ മനുവിന്റെ ഇല്ല. ഇതെന്തിനാ കളി കഴിയുമ്പോ അവൻ കൊണ്ടുപോണു? എടാ അവൻ നൈറ്റ് പ്രാക്ടീസ് ഉണ്ട്, അവൻ ഭാവി റൊണാൾഡോ അല്ലേ. റൊണാൾഡോ. ഓ എന്റെ പൊന്നളിയാ, ഞാൻ ഒരു 10 ക്രിക്കറ്റ് കളിക്കാരുടെ പേര് നിനക്ക് പഠിപ്പിച്ചു തരാം. എനിക്കറിയാം ക്രിക്കറ്റ് കളിക്കാരുടെ പേരൊക്കെ. എഡ്രിയൻ ലൂണ. ഓ നോക്കി നോക്കാൻ പോയി സ്റ്റംപ് വെട്ടറാ. അപ്പൊ സ്റ്റംപില്ലേ? സ്റ്റെമ്പ് എങ്ങനെ നീയൊക്കെ കൂടി കളി കഴിഞ്ഞ അവിടെ തല്ലൊടിച്ചിട്ട് പോകുമ്പോ ആലോചിക്കണം. ബോട്ട് വാ. ഇത് മെല്ലെ മെല്ലെ മെക്കാട് പണിക്ക് പോണേ. ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ. സഞ്ജു സാംസൺ. നല്ല മലയാളത്തിന് മെല്ല പേര്. ഓ അത് മലയാളിയാ. ഓ നിക്കോളസ് പൂരൻ. അതൊരാളുടെ പേരാ. ഹലോ ഗായ്സ്, തുടങ്ങിയല്ലേ? എടാ ഞാൻ ഈ ബോള് വല്ല വേണ്ടാത്തോടത്താണ് വെച്ചേ, നീർത്തിട്ട് ഉറക്കാനായിട്ട്. കലിപ്പാവല്ലേ, നമുക്ക് 4 കളി കളിക്കണം. പെട്ടെന്ന് ഇറങ്ങി. ഇന്നേ എത്ര കളി വേണമെങ്കിലും കളിക്കാം. ഞാൻ ഒടുക്കത്തെ ഫോമില, എല്ലാത്തിനും ഞാൻ എറിഞ്ഞിടും. എടാ കളി തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കരോള് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങിയാ പോരെ. എടാ കരോള് കഴിഞ്ഞ് കിട്ടുന്ന പൈസക്കല്ല കുഴിമന്തി അടിക്കാം. ദാണ്ട് കിടക്കുന്ന സ്റ്റമ്പ്. അങ്ങനെയാണെങ്കിലേ അൽഫാം മന്തി പിടിക്കാം, പൊളിക്കും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നീ ഇത് എവിടെയായിരുന്നു? ക്രിസ്മസ് അല്ലടാ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സാധനം മേടിച്ചാ അതല്ലേ ഇത്. ഓ അപ്പൊ കരോളിലും പറഞ്ഞ അടിച്ചിട്ട് വരാം. കുപ്പിയലടാ പപ്പനയുടെ കോസ്റ്റ്യൂമാണ്. നീ എടുത്ത് കയറുന്നേ. അല്ല നമുക്ക് ഈ കൊട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? അത് പോണ വഴിക്ക് നമ്മുടെ തോമസ് ആശാന്റെ വീട്ടിൽ നിന്ന് എടുക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രൊഫഷണൽ പിരിച്ചിട്ടുള്ള പൈസ ആദ്യം കോസ്റ്റ്യൂമിന്റെ റെന്റ് കൊടുത്തോളണം. എത്ര രൂപ? 2500 രൂപ. 2500? എടാ തുണി എടുത്തടിച്ച് എത്ര വരില്ലല്ലോ. എന്നാ നീ തയ്പ്പിച്ചോ. ആ കോസ്റ്റ്യൂമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒന്ന് നിർത്ത, കളിയൊന്നും കഴിഞ്ഞോട്ടേ. നമ്മളിപ്പോ 1 2 3 4 5 ആ ദേവന്മാരുണ്ട്. അപ്പൊ ഞാനും മനാഫും കുറ്റിക്കാം. നിങ്ങൾ രണ്ടുപേരും പേരിട്. നീയും അവനും കൂടി പോ. എടാ ഇവര് ടീം ഇട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതുപോലെ നീ എവിടെ ഒന്ന് അവിടെ കുത്താൻ. എന്ത് പേരിടും? ട്രെൻഡിങ് ആയിരിക്കണം, വെറൈറ്റി ആയിരിക്കണം. നമ്മളിൽ വെറൈറ്റി പേരുണ്ടല്ലോ. ഞാൻ സണ്ണിലിയോ, നീ സണ്ണിവേനും. ഫ്രഷ് പേര് ട്രെൻഡിങ് ആയിട്ടുള്ളതിന് പറടാ. ഏയ് പ്രഭു. അത് മതി, ഓക്കെ അല്ലേ? അന്ന് വാ പോവാ. എന്റെ പൊന്നോ, നീ ഇതും കൊണ്ട് എങ്ങോട്ട് പോണേണ്? 2500 സാധനമാണ്. എന്റെ പൊന്നോ 2500 തന്നോളൂ. നീ വന്നേ. എടാ ജോസഫേ, നമ്മൾ എന്ത് പേരിടും? പേരല്ലേ? എടാ ഒരു മിനിറ്റ്, കോള് വന്നുണ്ട്. എടാ എടാ അവള് വിളിക്കണ്ട്. പേരിട്ടിടുമ്പോടാ. എടാ നീ ഇട്ടോ. എടാ ഒരു പേരല്ലേ, ഇട്ടിട്ടും പോവാ. എടാ ഞാൻ ഇത് എടുത്തില്ലെങ്കിൽ സീനാവും. നീ ഇഷ്ടമുള്ള പേരിട്ടോ. ഞാൻ ഇനി പേരിട്ട് കണകുണ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഇല്ല, നീ ഇഷ്ടമുള്ള പേരിട്ടോ. ഞാൻ എന്നാ പോ. ഹലോ മോളസേ. ഹേ പ്രഭു ക്യാ ഹുവാ വേണോ?
ലുക്കിൽ ലൈക്ക് എ വാവ് വേണം. ഏ പ്രഭു ക്യാഹോ മതി. എന്താ acting? ഇവിടെ ഒരു പേരുടെ എത്ര സമയം ഒന്ന് പാടോ. പേര് പറ. അണ്ടിയും കുണ്ടിയും എടാ നിനക്ക് വേറൊരു പേരും കിട്ടിയില്ലേ? ഫോൺ വിളിക്കാൻ മുമ്പ് ആലോചിക്കണായിരുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. പിന്നെ ആദ്യം പറഞ്ഞ സാധനം കൂടെ പോരും. അവൻ അണ്ടിയാണല്ലേ. അപ്പൊ ഞാൻ ടീമിലാ. നീ ഒരു കാര്യം, നീ കോമൺ നിന്നോ. ഒന്ന് പാടാ, പോയി കളിക്കാം, പാടാ, പോവാം. എടാ ആ സ്റ്റെമ്പ് എടുത്തേ. അതെ ഫസ്റ്റ് ബാറ്റ് കോയിൻ തന്നാലും 2 വയസ്സില്ലാത്തവന്മാരുടെ അടുത്ത പോയി. സച്ചിൻ സ്വാമി. ഹെഡ് ഓർ ടൈൽ? ഏയ്, കേച്ച് വന്നങ്ങനെ പിടിച്ച പിന്നെ പുറത്തിരിക്കുന്നു കേട്ടോ. തുടങ്ങാ ഞാൻ ready. നീ നിന്നോ, എറിഞ്ഞോ, എറിഞ്ഞോ. മറ്റേ ആളെ നോക്കിയില്ലേ? ഒന്നും ഓക്കെ. ഓക്കെ നീ ആ തള്ളത്ത് വേഗം, വേഗം. ഇറങ്ങിയിട്ട്. അവരെ കിട്ടും, 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 കിട്ടും. അവന്റെ മുഖത്തേക്ക് തന്നെ എറി. ഒന്ന് നാണക്കെടുണ്ടാക്കാൻ എടാ നോക്കി നിക്ക്, നോക്കി നിക്ക്. എടാ, എടാ, പിന്നെ എടാ ഔട്ടാടാ, ഞാൻ കണ്ടാടാ അത്. ഇത് കൊത്തു. ഒത്തിയാ കുഴപ്പമില്ലായിരുന്നു. ഇതിൽ അപ്പുറത്തേക്കാ. എടാ ഒരു കാരണവശാലും അയാളെ കളിക്കാൻ കൂട്ടാൻ നിൽക്കരുത്. അതിനനുസരിച്ച് പെരുമാറിക്കോ. ഹായ് ഹായ് ബാബേട്ടൻ. എടാ ഇത് 1 2 3 നിങ്ങൾ 7 പേരിലൂടെ എന്നെ കൂടെ കൂട്ടാൻ ഞാൻ 8ാമനായില്ല. ഇല്ലേട്ടാ ഞങ്ങൾ വേറെ 6 പേരുള്ളൂ. ഹായ് ഇവൻ കളിക്കാല്ലേ? എന്നെ കൂടെ കളിക്കാൻ കൂട്ടറാ. അല്ല ബാബേട്ട, ബാബേണ്ണ പോലെ ഒരാളെ ഞങ്ങളുടെ കൂടുതൽ എങ്ങനെ കളിപ്പിക്കാം? ചേട്ടനൊക്കെ വലിയ ഗ്രൗണ്ടിൽ കളിക്കുന്ന ആൾക്കാരല്ലേ? എടാ അത് പ്രശ്നമാക്കട്ടെ, ഞാൻ നിങ്ങളോട് കളിക്കാടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് ഞങ്ങളുടെ അമ്പലം എടുക്കും. ഞാൻ പിന്നെ ഞങ്ങൾ പോയിക്കടാ. എടാ താനൊന്ന് വർത്താനോടെ പറയണത്. ഞാൻ പറയാം, ഞാൻ പറയട്ടെ. ഞാനൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ടാ അത്. ഇവിടെ ഞാൻ പറഞ്ഞ ഔട്ട്, ഞാൻ പറഞ്ഞ റണ്ണ്. മനസ്സിലാടാ? തന്റെ വീട്ടിൽ കളിച്ചായി. കണ്ടേ പറയണ്ടേ? ഞാൻ അവിടെ തെങ്ങിന്റെ ഒട്ടി പോയിക്കണ നിന്റെ ചെലവുണ്ടല്ലോ. എന്റെ അപ്പ വെച്ച തെങ്ങ അത്. ഞാൻ ബാറ്റ് ചെയ്യട്ടെ എന്നാ, ഞാൻ ബോൾ ചെയ്യട്ടെ. എടാ ബോള് കാണാല്ലോ, ഇങ്ങോട്ട് വന്നടാ. ബോള് പോയാ? ബോള് ബോള് പോയി നോക്കടാ. അടിച്ച് കാട്ടി കളഞ്ഞാള് വാങ്ങട്, വാ നോക്കാം. ഞാൻ വന്നോ? ഇയാള് ഇതെന്നടാ അത്? അത് ക്രിസ്മസ് പപ്പ. അല്ല ക്രിസ്മസ് ആയിട്ടെ പപ്പ മമ്മിക്ക് ഒരു സാരി മേടിക്കാൻ പറഞ്ഞതാ. പട്ടിസാരി കണ്ട? ആ പട്ടുസാരിയാ. ആ കിട്ടി കിട്ടി കിട്ടി. കിട്ടിയാ? ആ ഒന്നല്ല.
ചെന്നാലും ഇത് എവിടെ പോയി? എന്ത് ചെയ്യണടാ, ഞാനല്ല അടിച്ചേ. ആശാൻ ഇതടിച്ച് മേളിലേക്ക് വിട്ടാ. ഇതാണ് ഞാൻ കളിക്കാൻ വരാത്തെ. എന്നാ ഇനി വരണ്ട. നിന്ന് തിരിയാണ്ട് പന്ത് തപ്പി. എന്നാലും ഇത് ഇതെവിടെ പോയി? ബോൾ അപ്പടാ. എടാ ഇനി മതി, നമുക്ക് കരോളിന് സമയമായി, നാളെ വേറെ ബോൾ വാങ്ങാം. അങ്ങനെയാവും. മാറി നീ. അവിടെ ഒന്ന് നടക്ക്. ആ പാട്ടെങ്ങനെയാടാ? ഏതാണ് പാടാൻ പോണത്? എടാ സർപ്പം പോയാ? അതുപോലെ ഒത്തിരി പോയിണ്ടാവും. എന്തൊക്കെ പണിയുള്ളതിന്. ആ കവർ എടുക്കണ പറ്റും. സാധനം കാണാലെന്ന്. പപ്പയുടെ കോസ്റ്റ്യൂം കാണാലെന്ന്. കോസ്റ്റ്യൂം പോയാ? സർപ്പം കൊത്തി. അവനെ പൂട്ടണം. വാ രാത്രി വീട്ടിൽ കയറും. അവിടെ നോക്കാം. ചേട്ടൻ ഇപ്പൊ വരും, പിന്നെ വാ. അതെ ചേട്ടനാണ്, അതെനിക്ക് മനസ്സിലായല്ലോ. ചേട്ടന്റെ കാൽപെരുമാറ്റം കേട്ടാ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ തുറക്കാം. അല്ല അവിടെ നിന്ന് നീ നേരത്തെ ചേട്ടന് പോരുന്ന ഉദ്ദേശം എന്നെ തന്നെയല്ലേ? പിന്നെ എനിക്ക് ചേട്ടനല്ലാണ്ട് വേറെ ഏത് ചേട്ടനാണുള്ളത്? നീ വാതിലോർന്നേ. എന്താ എന്താ പറ്റിയേ, പറയേ. ഞാനോട് വരട്ടെ. വാ പറയാം. എന്താ എന്താ? അകത്തേക്കേറ്. ആ മോളെ, മോൾക്ക് ഞാനിന്നൊരു സർപ്രൈസ് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസോ? ആ മോൾ എപ്പോഴും എന്നോട് പറയാറില്ലേ ഒരു പട്ടുസാരി വേണമെന്ന്. പട്ടുസാരിയോ? ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ നിനക്കൊരു പട്ടുസാരി വാങ്ങിച്ചിട്ടുണ്ട്. അത് മോൾക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന പട്ടുസാരി. എങ്ങനെയുണ്ട്? ഇനി മോളൊരു കാര്യം ചെയ്തേ, ചേട്ടന് കാണാൻ വേണ്ടി ഒന്ന് ഉടുത്തോണ്ട് വന്നേ. ഇപ്പോഴോ? ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ആകെ മുഷിഞ്ഞിരിക്കുവാ. നമ്മുടെ അയലക്കത്താരൊക്കെ ഒന്ന് കാണട്ടെ മോള് പട്ടുസാരി എടുത്താണ് ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണേന്ന്. ഈ ചേട്ടന്റെ ഒരു കാര്യം. അതെ, ആ പിള്ളേരൊക്കെ കിടത്തി ഓർക്കില്ലല്ലേ? ഓ, അതിന് കരോളൊക്കെ കഴിഞ്ഞ് എപ്പോ ഇറങ്ങാനാ? ഏത് തെണ്ടിയാണോ കരോള് കണ്ടു, എന്ത് തേങ്ങ. അവനെ പിടിച്ചിട്ടിച്ച് സർപ്പം ബാബു, കർത്താവേ പട്ടുസാരി. എന്നെ കൊല്ലല്ല, ഞാൻ പറയാ. എന്നെ വിട, ഞാൻ പറയാ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്റെ ഭാര്യയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തന്റെ പലരുടെ ആഗ്രഹം തീർക്കുന്നത് ഞങ്ങളാണോ? അതല്ല, കല്യാണം കഴിച്ചപ്പോ തൊട്ട് അവക്ക് രണ്ട് പിള്ളേരാ? 2 പിള്ളേരെ കൊടുത്തില്ലേ? അതല്ല, അവക്ക് പട്ടുസാരി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെന്ത് ചെയ്യണോടാ? നിന്റെ പപ്പ നിന്റെ മമ്മിക്ക് ഒഴിച്ചു കൊടുത്ത കവറിലിരുന്ന പട്ടുസാരി ഇല്ലേ, അത് ഞാനൊന്ന് മറിച്ച് 2 ദിവസം ഞാൻ എടുത്തരാടാ. ക്രിസ്മസ് ഒക്കെ അല്ല, ക്ഷമിക്കടാ. എന്റെ ഭാര്യ എന്ന് പറയാ പോലെ നിങ്ങളുടെയൊക്കെ പെങ്ങളല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇപ്പൊ കവറ് പറ. എനിക്കൊരാഗ്രഹം, എന്റെ ഭാര്യ പട്ടുസാരി ഉടുത്തൊന്ന് കാണണമെന്ന്. അത് ഉടുക്കാൻ അവൾ അകത്തേക്ക് പോയേക്കുക. ഇപ്പൊ വരും, കണ്ടിട്ട് പോയാ മതി. കേട്ടാ.